ഓം ശാന്തി. അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. പോകുന്നതിനോടൊപ്പം എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും സ്നേഹസ്മരണകൾ ബാബയ്ക്ക് നൽകുന്നു. വിശേഷിച്ച് ഇന്ന് മാതാക്കളുടെയും സ്നേഹസ്മരണകൾ നൽകി, സഹോദരന്മാരുടെയും സ്നേഹസ്മരണകൾ നൽകി. അതിലും വിശേഷിച്ച് സമർപ്പിതമായവരും സെന്ററിൽ വസിക്കുന്നവരുമായ സഹോദരന്മാരുടെ ഓർമ്മകൾ നൽകി. സ്നേഹസ്മരണകൾ നൽകിയപ്പോൾ ബാബ ഇന്ന് വതനത്തിൽ ഒരു വൃക്ഷത്തിന്റെ രൂപത്തിലുള്ള ഒരു ദൃശ്യം എമർജ് ചെയ്തു. എപ്രകാരമാണോ കൽപ്പവൃക്ഷത്തിൽ ബ്രഹ്മബാബയെ മുകളിൽ കാണിക്കുന്നു, താഴെ തപസ്യയുടെ രൂപം കാണിക്കുന്നു. ഇന്ന് വിശേഷിച്ച് മധുരയിലെ മീനാക്ഷി ബഹൻ, മറ്റ് വിശേഷ സഹോദരീ സഹോദരന്മാർ തുടങ്ങി ആർക്ക് നിമിത്തമായ ഓർമ്മകളായിരുന്നുവോ അവരെ കൽപ്പവൃക്ഷത്തിന് താഴെയായി തപസ്യയുടെ രൂപത്തിൽ കാണപ്പെട്ടു. പിന്നെ ബാബ പറഞ്ഞു, കുട്ടി, എപ്രകാരമാണോ പല കുട്ടികളും സഹോദരന്മാർ ആയിരുന്നാലും മാതാക്കൾ ആയിരുന്നാലും ആരാണോ തുടക്കം മുതലേ വന്ന ബാബയുടെ അനന്യരായ കുട്ടികൾ, അവരിൽ പലരും ഗുപ്തമായ രീതിയിൽ ഇത്രയും സേവനം ചെയ്തു, തപസ്യ ചെയ്തു, സദാ സരളതയോടുകൂടി സഫലതാമൂർത്തിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൽ ഇന്ന് വിശേഷിച്ച് ബാബ ശാന്താമണി ദാദിയെയും മറ്റ് 2-3 ദാദിമാരെയും എമർജ് ചെയ്ത് ദൃശ്യമാക്കി. ബാബ പറഞ്ഞു, കുട്ടി, വൃക്ഷത്തിന്റെ ആദിയിൽ അഥവാ യജ്ഞത്തിൽ ഇത്രയും വിശേഷ ആദിരത്നങ്ങളും ബാബയുടെ അന്യ കുട്ടികളും വന്നു. അവർ തപസ്യ ചെയ്തു. അതിനാൽ ഇന്ന് വതനത്തിൽ ഈ കുട്ടിയെ, അതായത് ശാന്താമണി ദാദിയെ വതനത്തിൽ തപസ്യയിൽ ഇരുത്തിയിരിക്കുകയാണ്. മറ്റ് പല ആത്മാക്കളും ഉണ്ടായിരുന്നു. ബാബ പല കുട്ടികളുടെയും സൂക്ഷ്മ പാർട്ടും അവരുടെ സൂക്ഷ്മ തപസ്യയും അവരുടെ സരളതയും ബാബ വളരെ ശ്രദ്ധാപൂർവം നോക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ബാബയുടെ യജ്ഞത്തിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള ഗുപ്തമായ കുട്ടികളുണ്ട്, ഗുപ്ത രത്നങ്ങളുണ്ട്. അവർ വളരെയധികം സരളതയോടെയും വളരെ യോഗയുക്തമായും തൻ്റെ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇന്ന് ബാബ വളരെ നല്ലതും സുന്ദരവുമായ ദൃശ്യം എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാബ ഇന്ന് മാതാക്കളെക്കുറിച്ചും വളരെ നല്ലൊരു കാര്യം കേൾപ്പിച്ചു. ബാബ പറഞ്ഞു, എൻ്റെ ഈ മാതാക്കൾ വളരെ മധുരതയുള്ളവരാണ്, വളരെ നിഷ്കളങ്കരാണ്. പക്ഷേ ബാബ വളരെ വലിയൊരു കാര്യം കേൾപ്പിച്ചു. ബാബ പറഞ്ഞു, പ്രവൃത്തിയിൽ അഥവാ കുടുംബത്തിൽ ഇരിക്കുന്നവരാണ്, എന്നാൽ മറ്റുള്ളവരിൽ അഥവാ പരവൃത്തിയിൽ ഈ കുട്ടികളുടെ അഥവാ മാതാക്കളുടെ ദൃഷ്ടി വളരെയധികം പോകുന്നു. ബാബ പറഞ്ഞു, ഈ കുട്ടികൾ, അതായത് മാതാക്കൾ, ഈ കാര്യത്തിന്മേൽ സ്വയം വളരെ നല്ല പുരുഷാർത്ഥം ചെയ്യണം. അതായത് എൻ്റെ ദൃഷ്ടിയും വൃത്തിയും ഒരിക്കലും മറ്റുള്ളവരുടെ നേർക്ക്, ഒരു പ്രകാരത്തിലുമുള്ള ദൗർബല്യങ്ങളുടെ നേർക്ക്, തിന്മകളുടെ നേർക്കോ ദൃഷ്ടി പോകരുത്. ബാബ പറഞ്ഞു, ബാബ ഈ സഹോദരിമാരിൽ അഥവാ മാതാക്കളിൽ ഈ ഒരു ഇച്ഛ വയ്ക്കുന്നു, ഈ ഒരു ആശ വയ്ക്കുന്നു.
എൻ്റെ മാതാക്കൾ വിശ്വത്തിൻ്റെ മംഗളം ചെയ്യുന്നവരാണ്, വിശ്വത്തെ ഉദ്ധരിക്കുന്നവരാണ്. പരവൃത്തിയുടെ ഈ ഒരു കാര്യത്തിന്മേലെങ്കിലും തൻ്റെ മനസ്സിലും ബുദ്ധിയിലും വിചാരങ്ങളിലും രമണം ചെയ്യുകയാണെങ്കിൽ, അതായത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇവരുടെ വളരെ ഉയർന്ന ഭാഗ്യം വിദൂര തലം വരെയും ബാബ കാണുകയാണ്. മറുഭാഗത്ത് ബാബയുടെ മുന്നിൽ സഹോദരന്മാരും ഇരിക്കുകയായിരുന്നു. സമർപ്പിത കുമാരന്മാരും മറ്റ് സഹോദരീ സഹോദരന്മാരും കാണപ്പെടുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ഈ കുട്ടികളും വിശേഷിച്ച് സമർപ്പിത രൂപത്തിൽ ബാബയുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂത്താണ്. അവരിൽ വളരെയധികം ആവേശം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആവേശത്താൽ സുബോധവും മറന്നു പോകുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബ ശക്തികളോടൊപ്പം തന്നെ പാണ്ഡവർക്കും വിശേഷിച്ച് ഈ ഒരു കിരീടം നൽകിയിട്ടുണ്ട്. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, സേവനം ചെയ്യുകയാണെങ്കിലും, ആ കാര്യത്തിൻ്റെ അഥവാ സേവനത്തിൻ്റെ സമയത്ത് രണ്ട് കാര്യങ്ങളുടെ ബാലൻസ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആവേശത്തിൻ്റെയും സുബോധത്തിൻ്റെയും കാര്യത്തിൽ ബാബ പറഞ്ഞു, ആവേശം വെക്കേണ്ടത് ആത്മീയ ശക്തിയുടേതാണ്. പിന്നെ സുബോധം അഥവാ ഓർമ്മ ഇത് വെക്കണം. ഞാൻ ആരുടെ കുട്ടിയാണ്, ആരുടെ അഭിമാനമാണ്. ബാബ പറഞ്ഞു, ബാബയ്ക്ക് ഓരോ കുട്ടിയിലും വിശേഷ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ആരാണോ ഈ ഗ്രൂപ്പിൽ വന്ന സഹോദരന്മാർ ബാബയുടെ കുട്ടികൾ, ആ കുട്ടികളെ പ്രതി ബാബയുടെ സൂചന ഇതാണ്: ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബാബയെ മുന്നിൽ വച്ചുകൊണ്ട്, ആവേശത്തിൻ്റെയും സുബോധത്തിൻ്റെയും ശ്രദ്ധ വച്ചുകൊണ്ട് ബാബയുടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്രകാരം പറഞ്ഞതിനു ശേഷം ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. ബാബ ഇന്ന് വിശേഷിച്ച പല ആത്മാക്കളെയും എമർജ് ചെയ്തു. വിശേഷിച്ച് മീനാക്ഷി ബഹന് നിമിത്തമായുള്ള ഭോഗായിരുന്നു. ബാബ പറഞ്ഞു, ഈ കുട്ടി തൻ്റെ ജീവിതകാലത്തിൽ ബാബയുടേതായത് മുതൽ ഗുപ്ത പുരുഷാർത്ഥിയായി പോയിക്കൊണ്ടേയിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ സേവനത്തിൻ്റെ ഉന്മേഷവും ഉണ്ടായിരുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ വളരെ സ്നേഹത്തോടെ വതനത്തിൽ ബഹനെ എമർജ് ചെയ്തു. വളരെ സ്നേഹത്തോടുകൂടി ഭോഗ് സ്വീകരിപ്പിച്ചു. പിന്നെ മീനാക്ഷി ബഹനും മറ്റു പല ആത്മാക്കളും ദൃശ്യമായിരുന്നു. അവരേവരും എല്ലാ ബ്രാഹ്മണ പരിവാരത്തിലുള്ളവർക്കും വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.